സർ, ഇന്ന് നമ്മൾ ഹൃദയാരോഗ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മഴക്കാലത്തെ അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. അപ്പം എന്താണ് ഈ മഴക്കാലം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്? മഴക്കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലുള്ള ഓർമ്മയനുസരിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ആ സമയത്ത് വള്ളംകളിയൊക്കെ നടത്തുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ ഒരു സമയമാണ്, ഒരു സന്തോഷം തരുന്ന ഒരു സമയമാണ്. വെള്ളപ്പൊക്കം അത് കാണാനായിട്ട് നോക്കുന്നു, വെള്ളം കയറുന്നത് നോക്കിയിരിക്കുന്നു, വെള്ളപ്പുഴയ്ക്കിടെ ഓരോ തടി കഷ്ണങ്ങൾ, അതുപോലെ സംഖ്യകളൊക്കെ ഒഴുകി പോകുന്ന വളരെ കൗതുകത്തോടെയും ഒക്കെ നമ്മൾ നോക്കി നിന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു, ഒരു ആഘോഷമായിരുന്നു അന്ന്. പക്ഷേ ഈ കുറെ നാളുകളായിട്ട് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ല, ഒരു പേടിക്കേണ്ട ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് നമ്മൾ അതിനെക്കുറിച്ച് ഒരു കൂടുതൽ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങൾ ഉണ്ടായ ഓരോ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിലും ഉണ്ടായ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു ത്രില്ല് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും. പല സമയത്തും ഈ വെള്ളപ്പൊക്കത്തെ പോലെ തന്നെയാണ് വെള്ളക്കെട്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങിയിട്ട് വെള്ളം കെട്ടിക്കിടന്നിട്ട് വെള്ളം ഇറങ്ങിപ്പോകാനായിട്ട് താമസിക്കുന്ന, ഒഴുക്കില്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളത്താണെങ്കിൽ MG റോഡിലും പനമ്പള്ളി നഗറിലും ഒക്കെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളം അത് ഒഴുകി പോകുന്നില്ല, അത് വെള്ളം പൊങ്ങി നിൽക്കുന്ന വെള്ളക്കെട്ടാണ് അതിനകത്ത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഓടയിലുള്ള മാലിന്യങ്ങളും അല്ലാതെ എല്ലാ മാസങ്ങളായിട്ട് അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന സംഗതികളെല്ലാം വെള്ളത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വെള്ളത്തിലൂടെ പോകാനായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഈ പല രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പ്രധാനമായിട്ടും വരുന്ന ഒരു ഇൻഫെക്ഷനാണ് സ്കിന്നിനകത്ത് വരുന്ന ഇൻഫെക്ഷൻ. അതായത് നമുക്ക് ഈ ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള വേംസ് ഉണ്ട്, അതൊക്കെ ഈ വെള്ളത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വളരെ അപകടമുള്ള ഒരു സംഗതിയാണ് എലിപ്പനി. പ്രത്യേകിച്ച് ഇങ്ങനെ ചെറിയ വെള്ളക്കെട്ടുള്ളതിനകത്ത് കോളറ വരാനായിട്ട്, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ ഏറ്റവും വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉള്ള സമയത്ത് ഒരു കാരണവശാലും നമ്മൾ പുറത്തുള്ള ആഹാരം കഴിക്കരുത് എന്നുള്ള പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഈ നമ്മളൊരു പുറത്തൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ പ്ലേറ്റും കഴുകുന്നതും അല്ലെങ്കിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ല ഈ വെള്ളക്കെട്ടിൽ നിന്നുള്ള വെള്ളമാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അല്ലാതെ ശുദ്ധജലം കിട്ടാനായിട്ട് വേറൊരു വഴിയില്ല. ഈവൻ കുടിക്കാൻ തരുന്ന വെള്ളം പോലും ഇങ്ങനെയുള്ള വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കും പല സമയത്തും. അപ്പൊ ഈ ഫുഡ് പോയ്സണിങ് അതാണ് നമ്മുടെ ഈ അടുത്ത ഇടയ്ക്ക് ഇപ്പൊ പല സമയത്തും ഇപ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും ആഘോഷ പരിപാടികളിലോ കല്യാണത്തിലോ ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഫുഡ് പോയ്സണിങ് വരിക എന്നുള്ളത് ഒരു സാധാരണ സംഭവ ന്യൂസാണ്, അല്ലാതെ അതൊരു അസാധാരണമായിട്ടുള്ള ഒരു സംഗതിയല്ല. പലർക്കും വരാറുണ്ട്, ചിലർ വളരെ അവശതയിലാവാറുണ്ട്, ഹോസ്പിറ്റലിൽ പലരും അഡ്മിറ്റ് ആവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് പറ്റുന്നിടത്തോളം പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കഴിക്കാവുള്ളൂ. വീട്ടിനകത്തുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ, വീട്ടിനകത്ത് കുക്ക് ചെയ്തുണ്ടാക്കുന്ന സംഗതികൾ മാത്രമേ കഴിക്കാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 2018 2019 വെള്ളപ്പൊക്കം വന്നിട്ട് ഇറങ്ങിപ്പോയ സമയത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിനകത്ത് പാമ്പുകളുടെ ശല്യം. അതായത് ഇങ്ങനെ ഇതിനകത്ത് പാമ്പ് കയറി കഴിഞ്ഞിട്ട്, അപ്പോൾ വെള്ളം വീട്ടിനകത്ത് കയറിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് വീടിനകത്ത് മുഴുവൻ അഴുക്കിന്റെ പ്രശ്നമുണ്ട്, ഇതിനകത്ത് പാമ്പും അതുപോലെ തന്നെ അത് പല സന്ദർഭങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് വെള്ളപ്പൊക്കത്തിനകത്തോടെ പാമ്പ് വന്ന് എഴിഞ്ഞു കയറുന്ന പലതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പിന്നത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ പല സമയത്തും സ്ലാബ് ഇളകി കിടക്കുകയായിരിക്കും. ഇപ്പൊ വെള്ളപ്പൊക്കത്തിനകത്ത് കെട്ടി നിൽക്കുന്ന സമയത്താണെങ്കിൽ സ്ലാബിനകത്ത് വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരിക്കൽ വീണ് പോയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഈ സ്ലാബിനകത്ത് സ്ലാബ് ഇളകി കിടക്കുകയാണെങ്കിൽ വെള്ളം മൂടി കിടക്കുകയാണെങ്കിൽ ഇതിനകത്ത് പോകാറുണ്ട്. അപ്പൊ ഈ ബോംബെയിൽ ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരുപാട് ആളുകൾ ഇതുപോലെ സ്ലാബിനകത്തേക്ക് വെള്ളം ഇങ്ങനെ സക്ക് ചെയ്ത് പോകുന്നതിനകത്തേക്ക് പോയിട്ട് മരണപ്പെട്ടതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നിടത്തോളം ഇങ്ങനെയുള്ള സമയത്ത് വെള്ളത്തിലേക്ക് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാഫിക് ഭയങ്കര സ്ലോ ആണ് ഈ സമയത്ത്. ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ട്രാഫിക് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രാഫിക്കിൽ നിന്നുള്ള എയർ പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ് ഈ സമയത്ത്. അപ്പോൾ അതും ഈ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള അറ്റ്മോസ്ഫിയറിന് കൂടുമ്പോഴത്തേക്കും നമുക്കൊരു പുകമഞ്ഞുണ്ടാവും. അപ്പോൾ ഈ പുകമഞ്ഞ് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് ഒരുപാട്
ശ്വാസകോശ സംബന്ധമായിട്ടും ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. ഈ പല സമയത്ത് ഈ വെള്ളപ്പൊക്കം ഉള്ളപ്പോൾ ട്രാഫിക് സ്ലോ ആകുന്നുണ്ട്. നമ്മൾ ഈ ആംബുലൻസ് പല സമയത്ത് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആംബുലൻസ് ട്രാഫിക്കിൽ പെട്ടുകിടന്ന് താമസിച്ച് ആ ആംബുലൻസിനകത്ത് വെച്ചിട്ട് രോഗിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പല സമയത്തും ഈ വളരെയധികം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആശുപത്രി പോവുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഈ രീതിയിലുള്ള ഹെൽത്ത് കെയർ നമുക്ക് കിട്ടാനുള്ള താമസം, പ്രത്യേകിച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ശ്വാസം മുട്ട ഉണ്ടാകുന്ന ഒരു പേഷ്യന്റ്, അപ്പൊ അവർക്കൊക്കെ ഓരോ മിനിറ്റും അവരുടെ വിലപ്പെട്ടതാണ്. പിന്നെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ലാൻഡ് സ്ലൈഡ്, മലയിടിച്ചിൽ, ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാമല്ലോ ഈ കർണാടകത്തിൽ നമ്മുടെ ഒരു ലോറി മലയിടിച്ചിലിന് ഒഴിച്ചു പോയി. അതിനുശേഷം നമുക്കത് തെരഞ്ഞെടുക്കാനായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ. വീടിനടുത്ത് മരങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മരങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഭാഗത്തേക്കുള്ള കമ്പുകളെങ്കിലും നമ്മൾ ട്രിം ചെയ്ത് നിർത്തേണ്ട ആവശ്യമാണ്. കാരണം അപ്പോൾ വീടിനടുത്തേക്കുള്ള മരങ്ങൾ ട്രിം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കാറ്റ് പിടിക്കുകയോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീട് മറിഞ്ഞ് വീടിന്റെ മുഖത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമായിരുന്നു ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന്റെ കാരണം സമയാസമയത്ത് കോർപ്പറേഷൻ കാന ക്ലീൻ ചെയ്യാത്തതായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് കോർപ്പറേഷന്റെ മാത്രം കുറ്റമല്ല, കാനയ്ക്കകത്തേക്ക് മാലിന്യങ്ങളും പാക്കറ്റും കുപ്പികളും ഒക്കെ വലിച്ചെറിയുന്ന പൊതുജനങ്ങളും അതിന്റെ ഒരു ഉത്തരവാദിയാണെന്നുള്ളതിൽ സംശയമില്ല. ഒരു ഡിബേറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കാം. എന്നിരുന്നാൽ പോലും ചോദിക്കാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ സ്കൂള് തുറക്കുന്ന സമയത്തോടുകൂടി, ഈ മഴക്കാലം അപ്പോഴാണല്ലോ വരുന്നത്, സ്കൂള് തുറക്കുന്ന സമയത്തോടനുബന്ധിച്ചാണ് ഈ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെയാണ് ഇവര് ഈ റോഡിന്റെ പണികളും അതൊക്കെ ആയിട്ട് വരുന്നത് ആ സമയത്താണ്. അപ്പം റോഡ് മൊത്തവും കുണ്ടും കുഴിയും ചെളിയും അതുമൊക്കെ ആയിട്ട് വളരെ ചെറിയ ചെറിയ റോഡാണ്. നമ്മുടെ എറണാകുളം പോലത്തുള്ള സിറ്റിയിൽ നോക്കുമ്പോൾ റോഡിന്റെ വീതി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിനുള്ളിൽ ഇതേപോലെ വർക്ക് കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഈ വെള്ളപ്പൊക്കം വരുന്നു. വെള്ളപ്പൊക്കം മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഈ ചെളിയായിട്ട് റോഡ് കിടക്കുന്നതുകൊണ്ട് ആർക്കും ട്രാവൽ ചെയ്യാനും പറ്റുന്നില്ല. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട്, അത് ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കും സാറിന് തന്നെ അറിയാലോ, ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആയിട്ട് ടാർ ചെയ്യാതെ കിടക്കുന്ന റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മുമ്പിൽ തന്നെയുള്ള ഒരു റോഡിൽ അതുപോലെ രാവിലെ തലേ ദിവസം ടാർ ചെയ്ത റോഡ് രാവിലെ 4 മണിക്ക് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ വന്ന് കുത്തിപ്പൊളിക്കുകയും രാവിലെ നടക്കാൻ പോയ ആളുകൾ ഈ ജീവനക്കാരെ അവിടെ തടഞ്ഞു വെച്ചു. അവസാനം കളക്ടർ സൈറ്റിൽ വന്നിട്ടാണ് അവരെ വിടാനായിട്ട്. അത് പല സ്ഥലത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയാണ്. ടാർ ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം കുത്തിപ്പൊളിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നല്ല ടാർ കുത്തിപ്പൊളിച്ച് അവിടെ അത് കുഴിയിട്ടിട്ട് അവിടെ അങ്ങനെ ഇട്ടിട്ട് പോകും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ തിരുവാങ്കുളം ഭാഗത്ത് അതുപോലെ തന്നെ റോഡ് സൈഡിൽ കാനയിൽ ജീപ്പ് വീണ് മറിഞ്ഞ് അങ്ങനെയുള്ള അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്നൊരു ഏകോപനം ഇല്ലാതെ പോകുന്നത് വളരെയധികം സാധാരണക്കാരായ പൗരന്മാരെ പോലെ നമ്മളെ പോലെ ഉള്ളവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സർ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് മാത്രമല്ല, ഇപ്പം രാവിലെ പല ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫാമിലി മെമ്പേഴ്സ്, അപ്പം അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും, കുട്ടികളെ സ്കൂളിലാക്കണം, അവർക്ക് ജോലി തിരക്കുണ്ടാവും. അപ്പൊ ഇതിനിടയിൽ ഇങ്ങനെയുള്ള ട്രാഫിക് ബ്ലോക്കിലും ഈ പറഞ്ഞ പോലെ വഴി തടഞ്ഞു കിടക്കുന്ന സ്ഥലത്തൂടെയൊക്കെ പോയി ഇത് മാനസികമായിട്ടും അവർക്ക് സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ വളരെ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. മാനസികമായിട്ടുള്ള ഒരുപാട് ടെൻഷൻ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെ വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് നമുക്ക് വരില്ല. ഇപ്പൊ ബി പി എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇതേപോലുള്ള സന്ദർഭത്തിലൂടെ സമയത്തിന് എത്താൻ പറ്റുന്നില്ല, കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ എത്താൻ പറ്റുന്നില്ല, പാരന്റ്സിനാണെങ്കിൽ ജോലി സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയല്ലേ. മാനസിക പ്രശ്നം വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഫൈനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ നമ്മള് പലപ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോൾ ഇടിഞ്ഞ സൈഡിലുള്ള വീട് ഒലിച്ചു പോകുന്നത് കാണാൻ പാടില്ലേ. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ടാണ് അവരുടെ മുന്നിൽ അവരുടെ ആ ഒരു ആയുസിന്റെ അധ്വാനം മുഴുവൻ പോകുന്നത് കാണാനും, അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാണുന്നത് വളരെയധികം മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പൊ പക്ഷേ ഈ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നതിനകത്ത് പ്രകൃതിയെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്. ഇതിൻ്റെ ഒരു വലിയ ശതമാനം നമ്മൾ തന്നെയാണ് അതിനകത്ത് കുറ്റക്കാര്. ഭൂമിയോളം ക്ഷമ വേണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പുസ്തകത്തിൽ പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു
പരിധി വരെ മാത്രമേ ഭൂമി ക്ഷമിക്കുള്ളൂ. ഒരു പരിധി വരെ വിട്ട് കഴിഞ്ഞാൽ ഭൂമിയും ക്ഷമിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. താങ്ക് യു.